ഇന്നോവ ക്രിസ്റ്റ. ടൊയോട്ട വണ്ടി ഉണ്ടാക്കുന്ന ഒരു ഡിഫറെൻറ്റ് സ്റ്റൈലില്ല. അവർ മറ്റ് വണ്ടികൾ ഉണ്ടാക്കണ പോലെ അല്ല. അവരിപ്പോൾ ഒരു എൻജിൻ ഉണ്ടാക്കുകയാണെങ്കിൽ അവരതിൻ്റെ ഈ വണ്ടിക്ക് 1500 bhp ആണ്. ഇപ്പോൾ ഹോണ്ട ഉണ്ടാക്കണതിന് ഈ 1500 bhp 127 ഹോഴ്സ് പവറെങ്കിലും കാണും. ടൊയോട്ടയുടെ സാധാരണ ഇപ്പോൾ ഈ RSനൊക്കെയാണ് 110-115 ഹോഴ്സ് പവർ ഉള്ളത്, അതിനേക്കാളും കുറവായിരിക്കും. അപ്പോൾ ഇത് ശരിക്കും ഈ എട്ടിയോസിൻ്റെ എൻജിൻ ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ 105 ഹോഴ്സ് പവറാണ് ഉള്ളത്. ഇന്ത്യൻ മാർക്കറ്റിൽ വന്നപ്പോൾ ഇവിടുത്തെ ഫ്യൂവൽ ഭയങ്കര മോശം ഇന്ത്യയിൽ. അപ്പോൾ അതുകൊണ്ട് അത് 90 ഹോഴ്സ് പവറായിട്ട് റെഡ്യൂസ് ചെയ്യും. ഇന്ത്യയിലെ ഫ്യൂവൽ അവരുടെ കാൽക്കുലേഷനിൽ, ടൊയോട്ടയുടെ കാൽക്കുലേഷനിൽ ഹൈലി ബാഡാണ്. അപ്പോൾ ഇവിടെ എപ്പോഴും അവർ 105 ഹോഴ്സ് പവർ, അവരിപ്പോൾ ഗൾഫിലൊക്കെ 105 ഹോഴ്സ് പവറിൽ ഈ സെയിം എൻജിൻ ഓടിക്കുമ്പോൾ ഇവിടെ അവർ 105 ഓടിക്കില്ല. ഇവിടുത്തെ ഫ്യൂവൽ ക്വാളിറ്റി വലിയ പോറാന്ന് പറഞ്ഞത് അപ്പോൾ ഇന്ത്യയിൽ. അപ്പോൾ അവരിവിടെ ഓടിക്കുന്നത് 90 ഹോഴ്സ് പവറിലേക്ക് റെഡ്യൂസ് ചെയ്യും. അങ്ങനെ ടൊയോട്ട വണ്ടി ഉണ്ടാക്കണം. അവർ വണ്ടി ഉണ്ടാക്കുന്നത് അങ്ങനെയാണ്. അവർ മെയിനായിട്ട് അതിൻ്റെ ഹോഴ്സ് പവർ 0 to 100 അല്ല അവർ നോക്കുന്നത്. അവർ മെയിനായിട്ട് വണ്ടിയുടെ ഇത്ര കിലോമീറ്റർ. ഇപ്പോൾ ടൊയോട്ടയുടെ വണ്ടിയാണ് ഒരു 5 to 10 lakh കിലോമീറ്റേഴ്സ് ഓടണം അതിൻ്റെ എൻജിൻ. ആ രീതിയിലാണ് അവർ വണ്ടി ഡിസൈൻ ചെയ്യണത്, വണ്ടിയുടെ എൻജിൻ ഡിസൈൻ ചെയ്യുന്നത്. അത് അവർ പാർട്സും ബോഡി അങ്ങനെ തന്നെയാണ്. അവരതിൻ്റെ മാക്സിമം ഇയേഴ്സ് അത് ലാസ്റ്റ് ചെയ്യുന്ന രീതിയിലാണ് അവർ വണ്ടി ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഡിസൈനിൻ്റെ ഫിലോസഫി ഇപ്പോൾ നമ്മൾ BMW ഒക്കെ എൻജിൻ ഉണ്ടാക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ അവരതിൽ മാക്സിമം, ഇപ്പോൾ ബെൻസും BMW ഓടിയൊക്കെ എന്ന് പറഞ്ഞാൽ മാക്സിമം ഒരു 1000 cc എൻജിനാണെങ്കിൽ അതിന് മാക്സിമം 200 ഹോഴ്സ് പവർ കിട്ടുകയാണെങ്കിൽ അത്രയും ആ രീതിയിലായിരിക്കും അവർ ഡിസൈൻ ചെയ്യണത്. 150 മിനിമം അവർ എടുക്കാൻ നോക്കും 1000 cc. ടൊയോട്ട അങ്ങനെ എടുക്കാറില്ല. അവർ മാക്സിമം എൻജിൻ സ്ട്രെയിൻ ചെയ്യാറില്ല. അതായത് എൻജിൻ ഒരു 80% കൂടുതൽ വർക്ക് ചെയ്യാത്ത രീതിയിലായിരിക്കും അവർ എൻജിൻ ഡിസൈൻ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ ടൊയോട്ടയുടെ എൻജിൻ ചിലപ്പോൾ 5 lakh 10 lakh കിലോമീറ്റേഴ്സ് വർക്ക് ചെയ്യും. അവരുടെ വണ്ടിയും ചിലപ്പോൾ നമുക്കിപ്പോൾ ഏറ്റവും കൂടുതൽ വേൾഡിൽ കാണുന്നത് ഏറ്റവും പഴയ വണ്ടികൾ ഇപ്പോഴും റണ്ണിങ് ആയിട്ട് കാണുന്നത് ടൊയോട്ടയുടെ വണ്ടികളായിരിക്കും. അപ്പോൾ അവരുടെ ആ ഒരു മാനുഫാക്ചറിങ് സ്റ്റൈലിൻ്റെ ഒരു ഡിഫറൻസാണ് അത്. പണ്ട് GM ഫോർഡും ഒക്കെ അങ്ങനെ ഒരുപാട് ഇയേഴ്സ് ലാസ്റ്റ് ചെയ്യുന്ന വണ്ടികൾ ഉണ്ടാക്കാം. ഇപ്പം അങ്ങനെയുള്ള ഫിലോസഫി മാറിയെന്ന്. പിന്നെ അവരുടെ പഴയ ഇപ്പോൾ ഈ പുതിയ ടെക്ക് വന്നതോടുകൂടി, അതായത് എമിഷൻ നോംസ് വന്നതോടുകൂടി അവരുടെ കൺട്രോളിൽ ഇപ്പം നിൽക്കാതെ വരും കുറച്ച് കഴിയുമ്പോൾ. കാരണം ഓരോ കൊല്ലം Euro 6 Euro 7 എന്നൊക്കെ പറഞ്ഞ് എമിഷൻ നോംസ് ഇങ്ങനെ ഇന്ത്യയിൽ ഭാരത് 6 ഭാരത് 7 ഭാരത് 8 എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ എമിഷൻ നോംസ് ഇങ്ങനെ ഇയർലി മാറ്റിക്കൊണ്ടിരിക്കുക. അപ്പോൾ അവർക്ക് അവരൊരു ട്രഡീഷണൽ ആയിട്ടുള്ള ഡിസൈൻ ടെക്നിക്സ് അവർക്ക് ഡീവിയേറ്റ് ചെയ്യേണ്ടി വരും. കാരണം ഈ എമിഷൻ നോംസ് അവർക്ക് അച്ചീവ് ചെയ്യേണ്ടി വരും. അപ്പം അങ്ങനെ വരുമ്പോൾ ചിലപ്പോൾ ഭാവിയിൽ വരുന്ന വണ്ടികൾ ചിലപ്പോൾ ഈ അത്രയും ലാസ്റ്റ് ചെയ്യണമെന്നില്ല. ഇപ്പോൾ ഒരു 10 കൊല്ലം മുമ്പ് ടൊയോട്ടയുടെ എൻജിനും വണ്ടികളും ലാസ്റ്റ് ചെയ്യണ പോലെ ചിലപ്പോൾ ഇനി ഫ്യൂച്ചറിൽ വരുന്നത് ലാസ്റ്റ് ചെയ്യണമെന്നില്ല. കാരണം ഈ ന്യൂ എമിഷൻ നോംസ് അനുസരിച്ച് വണ്ടി ഉണ്ടാക്കുമ്പോൾ ആ എമിഷൻ സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടി അവർ കുറേ കാര്യങ്ങൾ ചെയ്യും. അപ്പോൾ അത് ചിലപ്പോൾ അതിൻ്റെ ലൈഫിൻ്റെ ലോങ്ങിറ്റിവിറ്റിയെ ബാധിച്ചേക്കാം. ഇപ്പോൾ ഒരു സ്ഥലത്ത് ശരിയാക്കുമ്പോൾ വേറെ സ്ഥലത്ത് പോകും. അതൊരു നാച്ചുറൽ തിങ്ങാണ്.